വീടുണ്ടല്ലോ സ്വന്തമായിട്ട്? വീടുണ്ട്. ഇവിടെ എങ്ങനെയാ വന്നേ? നടന്നു വന്നതാ? വഴി തെറ്റി വന്നതാ? അച്ഛൻ്റെ പേരെന്തുവാ? ബാബുച്ചൻ. ബാബുച്ചൻ. നഗ്നനായി വഴിയരികില് ആരും ഒരു സഹായത്തിനൊന്നും ചോദിക്കാനുള്ള അറിവ് പോലും ഇല്ലാതെ ഇവിടെ എന്താണ് ചെയ്യേണ്ടെന്ന് അറിയാന്നുള്ള അവസ്ഥയിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ ആരാ? അനിയത്തി മാത്രമേ ഉള്ളൂ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? മക്കളൊന്നും ഇല്ല? ഒന്നുമില്ല. കല്യാണം കഴിക്കാൻ മക്കളുണ്ടാവും ഇല്ലേ? ശരി. അപ്പൊ അച്ഛൻ ഇനി ഇപ്പൊ കടമ്പനായിട്ട് പോണോ? വണ്ടി വിളിക്കണോ? ആ, വീട് അറിയാമോ? ചെല്ലുന്ന വീടുണ്ടല്ലോ സ്വന്തമായിട്ട്? വീടുണ്ട്. ഇവിടെ എങ്ങനെയാ വന്നേ? നടന്നു വന്നതാ? വഴി തെറ്റി വന്നതാ? അച്ഛൻ്റെ പേരെന്തുവാ? ബാബുച്ചൻ. ആ, കുഴപ്പമില്ല. എന്തിനാ ഈ മുണ്ടഴിച്ച് കളയുന്നേ? അതെന്തോ അങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലയോ? ഇല്ല ദിലീപ് ഇല്ല പടത്തിൽ കാണിക്കുന്നുണ്ടല്ലയോ? മുണ്ടഴിച്ചടിയൊക്കെ ഉണ്ട്. ആ, ഇപ്പൊ ഇനി അങ്ങനൊന്നും വരത്തില്ല. നമുക്ക് ആളെ വിളിച്ച് വീട്ടിൽ വിടാം. അല്ലെങ്കിൽ നമ്മുടെ ആശ്രയിലോട്ട് പോയാലോ? അവിടെ ആളുണ്ട്. അപ്പൊ അങ്ങോട്ട് അങ്ങനെ നമുക്ക് ഏർപ്പാടാക്കി വിടാം. കുഴപ്പമില്ല. ഞാൻ ഈ വഴി ഇപ്പൊ ഇങ്ങനെ പോവുമായിരുന്നു. പോകുമ്പം പുള്ളി നഗ്നനായിട്ട് ഇരിക്കുക ഇവിടെ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങ് പോയപ്പോ എനിക്ക് മനസ്സിൽ തോന്നി ഇതെന്തോടാ ഈ പുള്ളി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തോ തിരക്കണമല്ലോ. അങ്ങനെ ഞാൻ സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്തു. അത് കഴിഞ്ഞ് ഇത് തൊട്ട അയൽവാസിയാ ഇത് ഇവിടുത്തെ. അപ്പൊ എനിക്കറിയാം. പുള്ളിയെ വിളിച്ചു ഞാൻ. പുള്ളി ഇവിടെ റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പുള്ളിയെ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു ഞങ്ങൾ കണ്ടു. അപ്പം പിന്നെ മേളി ഹോസ്പിറ്റലാ. മനോജ് ഡോക്ടറാണ് മേളത്തെ. നമ്മുടെ പുള്ളിക്കാരൻ വന്ന് മുണ്ടൊക്കെ ഒളിപ്പിച്ച് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മള് വഴി കളഞ്ഞിട്ട് വന്ന് ശരിയല്ലല്ലോ. അപ്പൊ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ജോലിക്കകത്ത് പോകാം. ജോലി അകത്തോട് നോക്കുന്നു. ഞാൻ ഇപ്പോൾ നമ്മുടെ പ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി അതായത് കൊട്ടാരക്കരയിൽ നിന്ന് കുന്നക്കര പമ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പഴയ നിർമ്മല ഹോസ്പിറ്റലിനടുത്താണ്. അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ പുള്ളി ഈ സ്റ്റെപ്പിൽ ഇരിക്കുക. നഗ്നനായിട്ട് ഇരുന്നിട്ട് എന്തോ പത്രം വായിച്ചോ പേപ്പർ വായിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നില്ല കൺവെൻഷൻ്റെ ഏതാണ്ട് നോട്ടീസ് വായിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി എന്ത് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത്, എന്തെങ്കിലും അപാകത കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് ഞാൻ ഇൻഫോം ചെയ്ത് 2-3 പേരെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു ഈ ഒരു മനുഷ്യരിക്കുന്നു. അപ്പൊ അവര് വണ്ടി പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചുവിടെ വരുമ്പോഴത്തേന് കണ്ട ഇത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന റേഷൻ കടയാണ്. അപ്പൊ പ്രകാശ്. അപ്പം മേളിൽ നിന്ന് ഡോക്ടർ അതുകൊണ്ട് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ മേളത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. പുള്ളിക്കാരൻ വന്ന് പിന്നെ ആ മുണ്ടെടുത്ത് ഒളിപ്പിച്ചു. എന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ കടമ്പനാടുള്ള ആണ് ബാബുച്ചൻ എന്ന പേര് പറഞ്ഞേക്കുന്നത്. പുള്ളി അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അവരൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്താന്ന് വെച്ചാൽ ക്ലാരിറ്റി വെച്ച് കോൺഗ്രസ് ആണ്, BJP പോകും. അങ്ങനെ ബാബുച്ചനെ നമ്മുടെ കലയോരം ആശ്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതോട്ട് വെച്ചോ. വാർഡ് പഞ്ചായത്തിന്റെ പ്രസൻസിൽ കലയോരം ആശ്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അങ്ങ് അടച്ചോ. കൂടി നമ്മുടെ മുട്ടമ്പലം നിർമ്മല ഭാഗത്ത് വെച്ച് ജീവിതത്തിൻ്റെ ഏതോ ഒരു പ്രതിസന്ധിയിൽ വഴിതെറ്റിപ്പോയ ഒരാളെ നമുക്ക് കാണാനിടയായി. അദ്ദേഹം നഗ്നനായി വഴിയരികിൽ ആരും ഒരു സഹായത്തിനൊന്നും ചോദിക്കാനുള്ള അറിവ് പോലും ഇല്ലാതെ ഇവിടെ എന്താണ് ചെയ്യേണ്ടെന്ന് അറിയാന്നുള്ള അവസ്ഥയിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. പണിമുടക്കായതുകൊണ്ട് തന്നെ നിരത്തുകളിലൊന്നും റോഡുകളില്ല, ആളുകളില്ല. എന്നാലും ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, നമ്മുടെ ഇതുവഴി പോയ നമ്മുടെ മുട്ടമ്പലം വാർഡിലെ തന്നെ ബെഞ്ചിച്ചായൻ അദ്ദേഹത്തെ കണ്ടു. എന്നെ വാർഡ് മെമ്പറായി എന്നെ വിവരം അറിയിച്ചു. എനിക്ക് അപ്പോൾ തന്നെ ഇവിടെ എത്താൻ സാധിച്ചു. ഉടൻ തന്നെ കലയപുരം ആശ്രയ സങ്കേതവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവരെ വിളിക്കുകയും പിന്നെ അവരുടെ ബന്ധുക്കളെ വിവരങ്ങൾ അറിയിക്കുകയും
അവർ ആശ്രയിലോട്ട് നമ്മൾ ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ബന്ധുക്കൾ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ വിവരം തത്സമയം അറിയിച്ച നാട്ടുകാർക്കും രഞ്ജിച്ചായനും പ്രത്യേകം നന്ദിയും പറയുന്നു.